ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ്. പക്ഷേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണമെങ്കിൽ ഏതാനും ചില ടേമുകൾ നമ്മൾ അല്പം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു 2 ടേംസ് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതായത് അതിലൊരു ടേം എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. അസറ്റ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. അതൊന്ന് അല്പം വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അസറ്റ്സ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്താണ്? ദ വാല്യുബിൾ തിങ്സ് ഓൺഡ് ബൈ ദി ബിസിനസ് ആർ നോൺ ആസ് അസറ്റ്സ്. അതായത് ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള മൂല്യമുള്ള വസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ആ ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ഇത്തരം പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ സ്വത്തുക്കൾക്കാണ് എന്തെന്ന് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അസറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് എന്ന ഹെഡിൽ വരുന്നത്. നോക്കിക്കേ, ഏതൊക്കെയാ നോക്കിക്കേ, ഈ ചാർട്ടിൽ നോക്കിയാൽ അറിയാം. ഒന്ന് ഫിക്സഡ് അസറ്റ്, നെക്സ്റ്റ് കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വേസ്റ്റിംഗ് അസറ്റ്സ്, ലിക്വിഡ് അസറ്റ്സ്. ഈ അസറ്റ്സിന് തന്നെ ഇത്ര അധികം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ 1-2 എണ്ണമൊക്കെ ഞാൻ നമ്മുടെ വില്ലേജ് ഫുഡിലെ ജീവ ടീച്ചറിൻ്റെ കഥയിൽ പറഞ്ഞു തന്നിരുന്നു. ഫിക്സഡ് അസറ്റ് എന്താണ്, കറണ്ട് അസറ്റ് എന്താണെന്നൊക്കെ അല്ലേ, അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഫിക്സഡ് അസറ്റ്സ്, അസറ്റ്സ് വിച്ച് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്സ്. ഇപ്പം സ്ഥിര ആസ്തികൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരം അസറ്റുകൾ നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ലാൻഡ്, മെഷീന്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബിസിനസ്സിലേക്ക് സ്ഥിരമായിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിട്ടല്ലല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബിസിനസ് ഉള്ളിടത്തോളം നാൾ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് വിറ്റ് ക്യാഷ് ഒന്നും ആക്കുന്നില്ല, നമ്മളത് ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വിച്ച് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവയൊന്നും ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത്? ഫോർ ലോങ് ടൈം യൂസ് ഇൻ ദ ബിസിനസ് അല്ലേ. അത് നമ്മൾ ബിസിനസ്സിൽ ദീർഘനാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം അസറ്റിനാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ദീസ് അസറ്റ്സ് ആർ നോട്ട് മെൻറ്റ് ഫോർ സെയിൽ. അത് വിൽപ്പനയ്ക്കുള്ളതാണോ? അല്ല. ദേ ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ആ അസറ്റുകൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ലാൻഡ്, ബിൽഡിങ്ങിന്, ഇതിനൊക്കെ വരുന്ന എക്സ്പെൻസ്. അതായത് ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾസ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഫിക്സഡ് അസറ്റുകളായിരിക്കും. അതൊന്നും നമ്മൾ വിൽക്കാനായിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന അല്ലല്ലോ. അതുകൊണ്ട് അത് നിങ്ങൾക്കറിയാം. ഇനി അതല്ലാതെ അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അല്ലേ. നമുക്ക് വളരെ പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് കസ്റ്റമർ ഒന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും അല്ലേ. അപ്പം അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ബില്ലിനത്തിൽ കിട്ടാനുള്ള തുകകൾ, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. ദീസ് അസറ്റ്സ് ഓൾസോ നോൺ ആസ് സർക്കുലേറ്റിംഗ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ഓർ ഫ്ലോട്ടിംഗ് അസറ്റ്സ്. ഈ അസറ്റിന് ഈ പേരുകളിലും അറിയപ്പെടും. സർക്കുലേറ്റിംഗ് അസറ്റ് എന്നോ, ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ് എന്നോ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ് എന്നൊക്കെ അറിയപ്പെടും. കാരണം ആസ് ദേ ചേഞ്ച് ദെയർ വാല്യൂസ് കോൺസ്റ്റന്റ്ലി. കാരണം അവയുടെ വാല്യൂ സ്ഥിരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം അസറ്റുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അറ്റ് ബാങ്കിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, നമ്മുടെ കയ്യിൽ നിന്ന് കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളവർ കാണുമല്ലോ. അപ്പോൾ അവർ നമുക്ക് അധികം താമസിയാതെ പൈസ കൊണ്ടുതരും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അത് വിറ്റ് പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് ക്യാഷ് വരും. ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ്സിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇനി വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ലാൻഡും ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറിയൊക്കെ
ചിലപ്പോൾ കറണ്ട് അസറ്റായിട്ട് വരും. അത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചെന്നാൽ, ഇപ്പോൾ ഒരു ലാൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഡീലറെ സംബന്ധിച്ച് അവൻ ഡീൽ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ലാൻഡാണ് അല്ലേ. അതായത് ഭൂമി കച്ചവടം നടത്തുന്നവരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ലാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ കറണ്ട് അസറ്റ് ആയിരിക്കും. കാരണം അവരതാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതുപോലെ ബിൽഡിങ്, കെട്ടിടം പണിയുക, അത് കെട്ടിടം പണിത് വിൽക്കുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കറണ്ട് അസറ്റാണ്. കാരണം ആ കെട്ടിടം പണിയുന്നു, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിറ്റ് കഴിയുമ്പോൾ അവരുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു. അതുപോലെ പ്ലാന്റും മെഷീനറിയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടായിരിക്കുമല്ലോ, കമ്പനികൾ. അപ്പം അവരെ സംബന്ധിച്ച് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റാണ്. കാരണം അത് അവരുടെ ഉൽപ്പന്നമാണ്. ആ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് അത് അവർ ഉൽപ്പാദിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും? അത് വിൽക്കാനാണ്. വിറ്റിട്ട് അവർ ക്യാഷ് നേടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഫർണിച്ചർ വിത്ത് ദ ഫർണിച്ചർ ഡീലേഴ്സ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഒരു ഫർണിച്ചർ വ്യാപാരിയെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് അസറ്റ് ആയിരിക്കും. കാരണം അത് അവൻ വിൽക്കാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണല്ലോ. എന്നാൽ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങുന്നു, അതെന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റാണ്. അവിടെ അവൻ വിൽക്കുന്നത് ഫർണിച്ചർ അല്ലല്ലോ, അവിടെ ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങളാണ് വിൽക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റും, എന്നാൽ ഫർണിച്ചർ ഡീലറെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്നത് കറണ്ട് അസറ്റുമായിട്ട് മാറും. ക്ലിയർ? അതുപോലെ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അതായത് ഈ സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യുന്നവരില്ലേ, ഷെയർസും ഡിബെഞ്ചറും ഒക്കെ ഡീൽ ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ച് ഈ ഷെയറും ഡിബെഞ്ചറും എന്തായിരിക്കും? കറണ്ട് അസറ്റ് ആയിരിക്കും. കാരണം അവർ ഡീൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് അതിനകത്ത് ചുരുക്കം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ദാറ്റ് അസറ്റ്സ് മെൻറ്റ് ഫോർ റെഗുലർ പർച്ചേസ് ആൻഡ് സെയിൽ ആർ ഓൾവേസ് കറണ്ട് അസറ്റ്. അതായത് റെഗുലർ പർച്ചേസിനും സെയിലിനുമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ്. അതായത് അവർ സ്ഥിരമായിട്ട് അതാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും? കറണ്ട് അസറ്റ് ആയിരിക്കും. ഇനി അടുത്തത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോട്ട് റിയൽ ഓർ ട്രൂ എന്നാണ്. അതായത് യഥാർത്ഥമല്ല അല്ലെങ്കിൽ ട്രൂ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ ഫോം. അതായത് അവർക്ക് ഫിസിക്കൽ ഫോം ഉണ്ടായിരിക്കില്ല ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സിന്. ദേ ഡു നോട്ട് ഹാവ് എനി റിയൽ വാല്യൂ. അവയ്ക്ക് യഥാർത്ഥത്തിൽ റിയൽ വാല്യൂ, യഥാർത്ഥത്തിൽ ഒരു വില ഉണ്ടാകില്ല. Actually, they are not the real assets, but they are called assets on legal and technical ground. അപ്പം യഥാർത്ഥത്തിൽ അവ റിയൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ ചില നിയമപരമായിട്ടുള്ളതും സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് അസറ്റ്സ് ആർ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ വിച്ച് ആർ ഓൾസോ ടേംഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ അസറ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ, അതായത് ക്യാപിറ്റൽ നേച്ചറിലുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറാണ് എന്തെന്ന് പറയുന്നത്? ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെ എന്തെന്ന് വിളിക്കാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന നഷ്ടം, അതുപോലെ തന്നെ അഡ്വർടൈസിങ് എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് എക്സെട്ര, ഇതൊക്കെ എന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഇതിൽ പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. അതായത് അഡ്വർടൈസിങ് എക്സ്പെൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ വർഷം, അതായത് 2020 ഒരു 80,000 രൂപ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് അല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടി ചിലവഴിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആ പരസ്യത്തിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തേക്ക് മാത്രമല്ലല്ലോ ലഭിക്കുക, നമുക്ക് ദീർഘനാളത്തേക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫലം ലഭിക്കും. അപ്പോൾ ഈ വർഷമാണ് നമ്മൾ 80,000 രൂപ ചിലവാക്കിയത് എന്ന് പറഞ്ഞ് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 80,000 രൂപയും ചിലവായി കാണിച്ചാൽ അത് നമ്മുടെ 2020 ലാഭത്തെ പ്രതികൂലമായി ബാധിക്കും. ശരിയല്ലേ? അതായത് ലാഭത്തിൻ്റെ ഏതാണ്ട് സിംഹഭാഗവും അല്ലെങ്കിൽ ഭൂരിഭാഗവും ഈ ഒരു എക്സ്പെൻഡിച്ചർ അങ്ങ് അപഹരിക്കും. അതിനാൽ ഇങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല. അതായത് നമ്മൾ മുടക്കിയ അഡ്വർടൈസ്മെൻറ്റിൻ്റെ തുക മുഴുവനും ഒറ്റ വർഷത്തിൽ കാണിക്കുന്നത് ശരിയല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ എക്സ്പെൻഡിച്ചറിനെ കുറേ വർഷങ്ങളിലേക്ക് ഭാഗിക്കുക. അതായത് ഒരു 5 വർഷത്തേക്ക് ആയിട്ട്, അതായത് പല വർഷത്തിലെ ലാഭത്തിൽ നിന്ന് കുറേശ്ശെ ഈടാക്കുന്നു. ഇത്തരം എക്സ്പെൻഡിച്ചറിനാണ് എന്തെന്ന് പറയുന്നത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഇനി അടുത്ത ഒരു അസറ്റ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റാണ്. എന്താ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലേ,
അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, തൊട്ടു നോക്കാൻ പറ്റുന്ന ഇത്തരം അസറ്റുകൾക്കാണ് എന്തെന്ന് പറയുന്നത്, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടോ, സ്ഥായിയായ നിലനിൽപ്പുള്ള അസറ്റ്സ് ആണ്. വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ് ആർ നോൺ ആസ് ടാഞ്ചിബിൾ അസറ്റ്. അവയെ നമുക്ക് കാണാം, ടച്ച് ചെയ്യാം, ഇത്തരത്തിലുള്ള അസറ്റിനാണ് എന്തെന്ന് പറയുന്നത്, ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് അസറ്റ്സ്, അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ അസറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്, നമ്മുടെ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, വെഹിക്കിൾസ്, ഇതൊക്കെ എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ക്ലിയർ. ഇനി അതുപോലെ ഇൻടാഞ്ചിബിൾ ഉണ്ട്. ടാഞ്ചിബിൾ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇൻടാഞ്ചിബിൾ. എന്താ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ അദൃശ്യമായിട്ടുള്ള അസറ്റ്. അതായത് അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊട്ട് നോക്കാം, അതിന് ഫിസിക്കൽ നേച്ചർ ഉണ്ടാവില്ല. അതായത് അവയെ നമുക്ക് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനോ കണ്ണുകൊണ്ട് കാണാനോ ഒന്നും സാധിക്കത്തില്ല. അത്തരം അസറ്റുകൾക്കാണ് എന്തെന്ന് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ആർ നോട്ട് നോർമലി പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് സച്ച് ആസ് ഗുഡ് വില്ല്, പേറ്റന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകൾ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ വാങ്ങാനോ വിൽപ്പനയ്ക്കോ ഒന്നും വെച്ചിട്ടുള്ളതല്ല. അപ്പം അത്തരത്തിലുള്ള അസറ്റിന് ഉദാഹരണങ്ങളാണ് ഗുഡ് വില്ല്. ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ എന്താ, സൽപ്പേര്. സൽപ്പേരെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ്സിൻ്റെ സൽപ്പേരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഒരു ദീർഘനാളായിട്ട് നിലനിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് വിചാരിക്കും, ഒരു 10 വർഷത്തോളമായി നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തി അവയ്ക്ക് നല്ലൊരു പേരുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ വി-ഗാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദീർഘനാളായിട്ടുള്ള ഒരു കമ്പനിയാണ് അല്ലേ. അപ്പോൾ അവയ്ക്കൊക്കെ എന്തുണ്ട്, ഒരു നല്ല ഗുഡ് വില്ലുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഉടനെ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അത്രയും ഗുഡ് വിൽ ഉണ്ടാവുമോ, ഇല്ല. വളരെ കാലത്തെ വർഷങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഈ ഗുഡ് വില്ല് അല്ലെങ്കിൽ സൽപ്പേര് ആർജിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് എവിടെ നിന്നെങ്കിലും ഗുഡ് വില്ല് വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് കാണാനോ അങ്ങനെയൊന്നും പറ്റുമോ, ഇല്ലല്ലോ. പിന്നെ അതുപോലെ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവകാശപത്രം എന്നാണ്. അതായത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ ആ കണ്ടുപിടുത്തത്തിൻ്റെയൊക്കെ അവകാശം ഇന്ന ആൾക്കായിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു റൈറ്റിനാണ് എന്തെന്ന് പറയുന്നത്, പേറ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ ട്രേഡ് മാർക്ക് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ് അല്ലേ. ട്രേഡ് മാർക്ക്, അതുപോലെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പകർപ്പവകാശം. അതായത് ബുക്കുകളും ഫിലിമുകളും ഇങ്ങനെയൊക്കെ ഉള്ളവയ്ക്ക് നൽകുന്ന ഒരു എക്സ്ക്ലൂസീവ് ലീഗൽ റൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവയെല്ലാമാണ്, അതായത് ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, ഇവയൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. ക്ലിയർ. ഇനി മറ്റൊരു അസറ്റ് എന്ന് പറയുന്നത് വേസ്റ്റിംഗ് അസറ്റാണ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ തന്നെയുണ്ട്. അതായത് അസറ്റ്സ് ഹൂസ് വാല്യൂ ഗോസ് ഓൺ ഡിക്ലൈനിങ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ആർ നോൺ ആസ് വേസ്റ്റിംഗ് അസറ്റ്. അതായത് ഇത്തരം അസറ്റിൻ്റെ വാല്യൂ ടൈം കടന്നു പോകുന്നതനുസരിച്ച്, പാസേജ് ഓഫ് ടൈം അതിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടും, ഡിക്ലൈൻ ചെയ്യും, അതായത് കുറഞ്ഞു പോകും. അതായത് മൈൻസ്, ക്വാറീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേറ്റന്റ്, ഇത്തരത്തിലുള്ള അസറ്റുകളെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്, വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ്. എണ്ണ ഖനികൾ അല്ലെങ്കിൽ കൽക്കരി ഖനികൾ, ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടങ്ങൾ, ഇതൊക്കെ എണ്ണ ഖനിയല്ല, ഓയിൽ പാടങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റിംഗ് അസറ്റ്. അതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറേ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, എക്സ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ എന്തെന്ന് വിളിക്കുന്നത്, വേസ്റ്റിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ് എക്സെട്ര, ഇതൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണം. ഇനി ഒരു അസറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റാണ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഫാസ്റ്റർ ദാൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നമുക്ക് ലിക്വിഡ് അസറ്റ് ആണെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. അതിലും സ്പീഡിൽ കൺവേർട്ട് ചെയ്യാം ഏത് അസറ്റുകളെ, ലിക്വിഡ് അസറ്റുകളെ. അതായത് അപ്പം ഏതൊക്കെയായിരിക്കും, അത് കറണ്ട് അസറ്റിൽ തന്നെ വരുന്നവയാണ് അതിൽ ഭൂരിഭാഗം. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ബാങ്കിൽ കിടക്കുന്ന ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഒക്കെ എന്താണ്, ഈ ലിക്വിഡ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. പിന്നെ അതിനകത്ത് പെടാത്തത് കറണ്ട് അസറ്റിൽ വരുന്ന സ്റ്റോക്കാണ്. ലിക്വിഡ് അസറ്റ്സ് ആർ കറണ്ട് അസറ്റ്സ് ലെസ് സ്റ്റോക്ക്. അതായത് സ്റ്റോക്ക് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള അസറ്റുകളാണ് എന്തെന്ന് വിളിക്കുന്നത്, ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അത്രയുമാണ് അസറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, എന്താ, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ലിക്വിഡ് അസറ്റ്സ്, ഇത്രയും. ക്ലിയർ. ഇനി അതുപോലെ ചില ലയബിലിറ്റീസും ഉണ്ട്, അതും ഒന്ന് അറിഞ്ഞിരിക്കണം. ലയബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലയബിലിറ്റി എന്താണ്, ബാധ്യത അല്ലേ.
നോക്കാം. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓർ ഡെബ്റ്റ്സ് പേയബിൾ ബൈ ദി എൻ്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്, അല്ലേ? അതായത് മണി ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുഡ്സ് ഒക്കെ ആയിട്ടോ ഫ്യൂച്ചറിൽ ഭാവിയിൽ അടയ്ക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കുവാനുള്ള ഈ തുകകളെയാണ് എന്തെന്ന് പറയുന്നത്, ബാധ്യതകൾ അല്ലെങ്കിൽ കടപ്പാടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒബ്ലിഗേഷൻ ഓർ ഡെബ്റ്റ്സ് പേയബിൾ ബൈ ദി എൻ്റർപ്രൈസ്, അതായത് നമ്മുടെ സ്ഥാപനം അടച്ചു തീർക്കേണ്ട അല്ലെങ്കിൽ കൊടുത്തു തീർക്കേണ്ട ഒരു തുകയാണ് എന്തെന്ന് പറയുന്നത് ഈ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രൊപ്രൈറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം എഗനിസ്റ്റ് ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. ഇതെന്ന് പറയുന്നത് ആ ബിസിനസ് നടത്തുന്ന ഓണറുടെ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററുടെയോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കടത്തിൽ സാധനങ്ങളോ അല്ലെങ്കിൽ കടം തന്നിട്ട് പൈസയായിട്ട് തന്നവരുടെയോ ഇങ്ങനെയൊക്കെയുള്ളവരുടെ ഒരു അവകാശമാണ്. അതായത് അവർക്ക് അതുവഴി ആ ബിസിനസ്സിൻ്റെ അസറ്റിന്മേൽ ഒരു ക്ലെയിം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരൊക്കെ ആരാണ്? ബിസിനസ്സിനെ സംബന്ധിച്ച ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ ലയബിലിറ്റീസിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ലയബിലിറ്റി ടു ഓണേഴ്സ് എന്നും ലയബിലിറ്റി ടു ക്രെഡിറ്റേഴ്സ് എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓണറോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഓണർ എന്താ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ക്യാപിറ്റൽ, അല്ലേ? അതായത് ഓണറും ബിസിനസ്സും രണ്ടാണ്. ഓർക്കുന്നുണ്ടല്ലോ, ആ എൻറ്റിറ്റിക്ക് എന്തെന്നാ പറയുന്നത്? സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? ഓർക്കുന്നില്ലേ? അപ്പോൾ ഈ ഓണർ ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ബിസിനസ്സിന് ആ പൈസ തിരികെ ഓണർക്ക് കൊടുക്കുവാനുള്ള ബാധ്യതയുണ്ട്. അതിനാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്, അതായത് ഓണറോടുള്ള ബാധ്യത. അതുപോലെ തന്നെ ക്രെഡിറ്ററോടും ബാധ്യതയുണ്ട്. അതായത് കടത്തിൽ സാധനങ്ങൾ നൽകിയ ആളുകളോ അല്ലെങ്കിൽ കടമായിട്ട് പൈസയായിട്ട് നൽകിയവരോ ഒക്കെ ആയിരിക്കാം ഈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് അത്തരത്തിൽ ഉള്ള ക്രെഡിറ്റേഴ്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ക്രെഡിറ്റേഴ്സ് ഫോർ ലോണ്, ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്. അതും കൂടെ എന്താണെന്ന് നോക്കിയേക്കാം. നോക്കുക, ലയബിലിറ്റി ടു ഓണേഴ്സ് ഓർ ഇന്റേണൽ ലയബിലിറ്റി. ലയബിലിറ്റി ടു ഓണേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഇന്റേണൽ ലയബിലിറ്റി ആണെന്ന് പറയാം, അല്ലേ? അതായത് മുമ്പേ പറഞ്ഞു, ഓണറോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ, അവൻ ഇൻവെസ്റ്റ് ചെയ്ത മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ തിരികെ നൽകുക എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് അത്രയും തുകയ്ക്ക് ഓണർക്ക് ആ ബിസിനസ്സിൻ്റെ ആസ്തിന്മേലൊരു ക്ലെയിം ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഓർ എക്സ്റ്റേണൽ ലയബിലിറ്റി. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളവരാണല്ലോ, അതന്നെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം എഗനിസ്റ്റ് ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. അതായത് ക്രെഡിറ്റേഴ്സിന് നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റിന്മേലുള്ള ക്ലെയിമിനാണ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റേഴ്സ് മേ ബി ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്. ഈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഫോർ ലോൺ ആകാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ് ആകാം. അപ്പോൾ അതിൽ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഹാസ് ടു പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സോ ദ സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് ടു ദി ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആർ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്. അതായത് ബിസിനസ് സാധനങ്ങളൊക്കെ കടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടാകും. അതായത് ഞാനിപ്പോൾ എനിക്കൊരു റീറ്റെയിൽ ഷോപ്പാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഹോൾസെയിൽ കടയിൽ പോയിട്ടാണ്, സ്ഥിരമായിട്ടൊരു കടയിലാണ്, ഹോൾസെയിൽ സ്റ്റോറിൽ ചെന്നാണ് നമ്മൾ ചരക്കൊക്കെ സ്റ്റോക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരെനിക്ക് കടത്തിൽ സാധനങ്ങൾ നൽകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതാരാണ്? ക്രെഡിറ്ററാണ്, അല്ലേ? അതായത് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, കടത്തിൽ സാധനങ്ങൾ നൽകുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ അവരെ എന്തെന്ന് വിളിക്കാം? ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ. ഞാൻ അവർക്ക് പൈസ കൊടുക്കാനുള്ളതല്ലേ, അപ്പം ബിൽസ് പേയബിൾ എന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്നോ ഇങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ക്രെഡിറ്റേഴ്സ് തന്നെ ഒത്തിരി പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെ എമൗണ്ട് മൊത്തം ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് കാണിക്കുന്നത്. അതായത് പല വക എല്ലാവരുടെയും കൂടെ തുക ഒന്നിച്ച് അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇനി ക്രെഡിറ്റേഴ്സ് ഫോർ ലോൺ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ആരായിരിക്കും? ഈ ലോൺ തരുന്നത് ആരാ? ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അവരാണെന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ ലോൺ എന്ന് പറയുന്നത്. അപ്പം അവർ നമുക്ക് വായ്പ നൽകിയിട്ടുണ്ടാവും, പൈസ ഈ ലോണായിട്ട് ക്യാഷ് തന്നിട്ടുണ്ടാവും. അപ്പം അതെന്ന് പറഞ്ഞാൽ ബാങ്ക് ലോണാകാം, അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് നൽകുന്ന ഒരു സർവീസാണ്. അതായത് നമുക്ക് അക്കൗണ്ടിൽ ഉള്ളതിൽ കൂടുതൽ നമുക്ക് പിൻവലിക്കാൻ, വിഡ്രോ ചെയ്യാൻ നൽകുന്ന ഫെസിലിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോൺ ഫ്രം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലോൺ. അപ്പോൾ ഇവരൊക്കെ ആരാണ്? ക്രെഡിറ്റേഴ്സ് ഫോർ ലോൺ ആണ്. ക്ലിയർ?
ഇനി മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ് ആണ്. അതായത് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് സർട്ടേൺ എക്സ്പെൻസസ് മേ കൺസേൺ ദ അക്കൗണ്ടിങ് പീരിയഡ് ബട്ട് മേ റിമെയിൻ അൺപെയ്ഡ്. ചില എക്സ്പെൻസുകൾ നമ്മൾ ആ വർഷത്തെ ആയിരിക്കും, ആ അക്കൗണ്ടിങ് പീരീഡിൽ ഉള്ളതായിരിക്കും, പക്ഷേ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ലയബിലിറ്റിയാണ്, കൊടുക്കാനുള്ളതല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് 2020 ഈ 2020 ഇപ്പം നവംബർ ആയില്ലേ, അപ്പോൾ ഒക്ടോബറിലെ അല്ലെങ്കിൽ സെപ്റ്റംബറിലെയോ സാലറി ഒരു അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബർ 2 മാസത്തെ സാലറി നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളതാണ് അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് കൊടുത്തിട്ടില്ല, നമ്മൾ ഇനി കൊടുക്കാൻ കടക്കുവാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ബാധ്യതയാണ്. അതുപോലെ തന്നെ വാടക, നമ്മളൊരു 6 മാസത്തെ വാടക കൊടുത്തിട്ടില്ല, 6 മാസം നമ്മൾ ഉപയോഗിച്ചു, നമ്മളിത് അതിൻ്റെ വാടക കൊടുത്തിട്ടില്ല, അതെന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസിനാണ് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ബിസിനസ്സിൻ്റെ ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ലയബിലിറ്റീസിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഒന്ന് ഫിക്സഡ് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ആഫ്റ്റർ എ ലോങ് പീരിയഡ്. അപ്പോൾ ഈ ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതായത് ദീർഘകാല ബാധ്യതകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ക്യാപിറ്റൽ, അതായത് ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കും. നമ്മളത് ബിസിനസ്സിലേക്ക് ഇട്ടിരിക്കുന്നതാണ്. അതായത് ബിസിനസ് അടച്ചു കൂട്ടുന്ന സമയത്തായിരിക്കും നമ്മളത് തിരിച്ചു കൊടുക്കുന്നത്. അതുപോലെ ദീർഘകാല വായ്പകൾ, അതൊന്നും പെട്ടെന്ന് അടയ്ക്കണ്ടല്ലോ. ഡിബഞ്ചറുകൾ, കടപ്പത്രങ്ങൾ, മോഡ്ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ അസറ്റ്, അതായത് ലാൻഡ്, ഗോൾഡ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാറില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ലോൺ എന്നൊക്കെ മോഡ്ഗേജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫിക്സഡ് ലയബിലിറ്റികളാണ്. അതൊന്നും കറണ്ട് ലയബിലിറ്റീസ് അല്ല. ഇനി കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ലയബിലിറ്റീസ് പേയബിൾ വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അടച്ചു തീർക്കേണ്ടുന്ന ലയബിലിറ്റികളാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ എ ലോങ് പീരീഡിന് ശേഷം നമ്മൾ അടച്ചാൽ മതി. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? പേയബിൾ വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അടച്ചു തീർക്കണം. അത്തരം ലയബിലിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് അതിന് ഉദാഹരണങ്ങൾ നോക്കിക്കേ. ക്രെഡിറ്റേഴ്സ്, നമ്മൾ ക്രെഡിറ്റേഴ്സിന് സപ്ലയേഴ്സിനൊക്കെ കൊടുക്കാനുള്ള തുക, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇനി കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഉണ്ട്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ നോട്ട് ദ റിയൽ ലയബിലിറ്റീസ്. അവ യഥാർത്ഥത്തിൽ ലയബിലിറ്റീസ് അല്ല, ബാധ്യതകളല്ല. ഫ്യൂച്ചർ ഇവൻറ്റ്സ് ക്യാൻ ഓൺലി ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ആക്ച്വലി എ ലയബിലിറ്റി ഓർ നോട്ട്. അത് പിന്നീടാണ്, ഫ്യൂച്ചറിലാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ആക്ച്വലി ഒരു ലയബിലിറ്റി ആണോ അതേ അല്ലയോ എന്നുള്ളത്. ഡ്യൂ ടു ദെയർ അൺസർട്ടൈനിറ്റി ദീസ് ലയബിലിറ്റീസ് ആർ ടേംഡ് ആസ് കണ്ടിൻജൻറ്റ് ഓർ ഡൗട്ട്ഫുൾ ലയബിലിറ്റീസ്. അപ്പോൾ ഇത്തരത്തിൽ ഇവയ്ക്ക് അനിശ്ചിതത്വമുള്ളത് കാരണമാണ് ഇവയെ കണ്ടിൻജൻറ്റ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ്. ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലിലുള്ള കിഴിവ്. ഇപ്പോൾ ഈ ബില്ല് എന്താണെന്നും ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്താണെന്നൊക്കെ വിശദമായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇപ്പോൾ അതൊരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ കേസസ് പെൻഡിങ് ഇൻ ദ കോർട്ട് ഓഫ് ലോ, അതായത് കോടതിയിൽ കേസുകൾ പെൻഡിങ് കിടപ്പുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ അത് നമുക്ക് ജയിക്കുമോ അത് തോൽവിയാണോ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പെൻഡിങ് കേസുകൾ, കോടതിയിൽ കിടക്കുന്ന പെൻഡിങ് കേസുകൾ, ഗ്യാരൻറ്റീസ് അണ്ടർടേക്കൺ, അതായത് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജാമ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതായത് ആ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിന്നിരിക്കുന്ന അയാൾ ആ ബാധ്യത കൊടുത്തു തീർത്തില്ലെങ്കിലാണ് നമുക്കത് ബാധ്യതയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആണ്. ഇനി ലയബിലിറ്റീസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് ലോങ് ടൈം ലയബിലിറ്റീസ് ആൻഡ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. ലയബിലിറ്റീസിനെ ലോങ് ടൈം എന്നും ഷോർട്ട് ടൈം എന്നും കൂടി തിരിക്കുന്നുണ്ട്. ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസ് പേയബിൾ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് 1 year സച്ച് ആസ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടൈം ലയബിലിറ്റീസ്. അതായത് ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവ നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചടച്ചാൽ മതി. പേയബിൾ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് 1 year. ആ ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചടച്ചാൽ, അതായത് ടേം ലോൺസ്, ലോങ് ടേം ലോൺസ്, ഡിബഞ്ചറുകൾ, ലോങ് ടേം ലയബിലിറ്റീസ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്.
ഇനി എന്നാൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻസ് പേയബിൾ വിത്തിൻ എ പീരിയഡ് ഓഫ് 1 ഇയർ. ആ ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. അത്തരം ലയബിലിറ്റീസിനാണ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുവാനുള്ള തുക, ബിൽസ് പേയബിള്, നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആണ്. ഇത്രയുമാണ് ലയബിലിറ്റീസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും. പിന്നെ അതാ ഈ ഒരു ഇതില്ലേ ഇക്വേഷൻ, ഇതും കൂടി ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് പലപ്പോഴും ആവശ്യം വരും. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാധ്യതകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇത് രണ്ടും കൂടെ ചേരുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? ഓണർക്ക് കൊടുക്കാനുള്ളതാണ് അല്ലേ. അപ്പം ഈ ലയബിലിറ്റി എന്ന് പറയുന്നത് അത് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യത, ലോണ്, അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഈ ലയബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓണർക്കുള്ള ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള മറ്റു ബാധ്യതകളും അതെല്ലാം കൂടെ ചേരുന്നത്, അതും നമ്മുടെ അസറ്റും എപ്പോഴും എങ്ങനെയായിരിക്കണം? ഈക്വലായിട്ട് വരും. അതായത് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും രേഖപ്പെടുത്തുന്നത്. അപ്പം എല്ലാം തയ്യാറാക്കി ബാലൻസ് ഷീറ്റ് എല്ലാം അതിലേക്ക് എഴുതാനുള്ള എല്ലാം എഴുതി കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എങ്ങനെ വരും? ഈക്വലായിട്ട് വരും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് പിന്നീട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.